your new year begins when you decide to change. So if you are deciding to change now at this moment, then this video is for you. Hi guys, welcome back to my YouTube channel. Ee channel ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അഞ്ജു. You are most welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂ ഇയർ ന്യൂ മീ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഇസ് ജസ്റ്റ് എ വിഷ്. സോ ഗോളും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ പ്ലാനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഗോൾ സെറ്റിംഗ് ആൻഡ് ഹൗ ടു അച്ചീവ് ഇറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. So today I'll be sharing my 2021 planning and the tools I used for it. So let's get started. So the first technique I use for planning is journals or planners. ഈ വർഷത്തെ എൻ്റെ പ്ലാനർ ഇതാണ്. സ്പേസ് ആൻഡ് ബ്യൂട്ടീൻ്റെ ലെറ്റ്സ് ഗോൾ ലിമിറ്റഡ് എഡിഷൻ പ്ലാനറാണിത്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന മിക്ക സാധനങ്ങളും എൻ്റെ റാൻഡം ഹോൾ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും കേട്ടോ. സോ ടു നോ ലിറ്റിൽ മോർ ഡീറ്റെയിൽസ് പ്ലീസ് ഗോ ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. ഞാൻ ഈ പ്ലാനറിൽ ജസ്റ്റ് കുറച്ചൊരു ബേസിക് സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലാനർ. ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ പോലത്തെ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഡോണ്ട് ഫോളോ മീ ദെയർ പ്ലീസ് കൺസിഡർ ഫോളോയിങ് മീ ദെയർ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഹൈലൈറ്റ് സെഷനിൽ ഞാൻ കുറേ 2021 പ്ലാനേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് ദിസ് ഇസ് നോട്ട് സംതിങ് ഓഫ് യുവർ ടേസ്റ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ വൺ ഫ്രം ദാറ്റ്. ഇതൊരു ഓവറോൾ പ്ലാനറാണ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രാക്കേഴ്സ് ആൻഡ് ഒരു മന്ത്ലി ഓവറോൾ വ്യൂ സ്പേസ് ആൻഡ് ദെൻ യു ഓൾസോ ഗെറ്റ് എ വിഷൻ ബോർഡ് ഏരിയ. പിന്നെ നമ്മുടെ ഗോൾസ് മെൻഷൻ ചെയ്യാനുള്ളത് സകല സംഭവവും നമുക്ക് ഇതുപോലത്തെ ഒരു ട്രഡീഷണൽ ഒരു 1 year പ്ലാനറിൽ കിട്ടും. സോ ഈ ഒരു പ്ലാനറിൽ മാത്രമല്ല, ഇതുപോലത്തെ മിക്ക പ്ലാനേഴ്സിൽ യു ഹാവ് ഓൾ ദോസ് ഓപ്ഷൻസ്. See, the thing with choosing your planner is that if you are a beginner, please consider buying one of these planners. ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ പ്ലാനർ മാത്രം എടുത്തിട്ട് you can work out in this one. അപ്പം first one is this traditional planner. But if you don't want such a traditional planner, you can go for something like this. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 300 രൂപയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. ഇതുപോലത്തെ പല വേരിയൻസ് കിട്ടും നിങ്ങൾക്ക് ഒരു സജഷൻ പോലെ ഞാൻ കുറച്ച് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ളതുപോലെ വാങ്ങാം കേട്ടോ. തിങ് വിത്ത് ദിസ് ഇസ് നോട്ട് ഡേറ്റഡ് പ്ലാനർ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലാനറാണ്. ഇത് ഫുൾ ഒരു ദിവസം തന്നെ എഴുതുന്നതാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്ലെയിൻ പ്ലാനറാണ് കേട്ടോ. പിന്നെ ഗ്രേറ്റ്ഫുൾ ഫോർ അഫർമേഷൻ, ഗോൾസ് ഡെയിലി, വീക്ക്ലി ഓർ ഇയർലി, ഹാബിറ്റ്സ് ടു അഡോപ്റ്റ്, ഹാബിറ്റ്സ് ടു ലീവ് ആൻഡ് നിങ്ങളുടെ ടോപ്പ് 3 പ്രയോറിറ്റീസ്, ടുഡേയ്സ് പ്ലാൻ, ഹൗ ക്യാൻ യു മേക്ക് ടുമോറോ ബെറ്റർ, കുറച്ച് ഡൂഡ്ലിംഗ് ഏരിയ, പ്രൊഡക്ടിവിറ്റി സ്കോർ, ഇതൊക്കെ ഉണ്ട് ഇതിൽ. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ലേ ഔട്ടാണ് ഇഷ്ടം, ഇങ്ങനെയുള്ളൊരു പ്ലെയിൻ സംഭവമാണ് വേണ്ടത്, ഇതിൽ കൂടുതലൊന്നും വേണ്ടെന്നാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കൂടുതലൊന്നുമില്ല കേട്ടോ. ദിസ് തിങ് ഇസ് ഫുൾ ഓൺ ഹിയർ. ഇത് തന്നെയാണ്. നെക്സ്റ്റ് ജേർണൽ ഓർ ജേർണലിംഗ് മെത്തേഡ് യു ക്യാൻ യൂസ് ഇസ് ബുള്ളറ്റ് പ്ലാനേഴ്സ്. ഡോട്ടഡ് ബുക്സ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡൂഡ്ലിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഭംഗിയാക്കി, കുറച്ച് കളർഫുള്ളാക്കി നിങ്ങൾ തന്നെ അതിൽ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ വരച്ച് തയ്യാറാക്കാൻ പറ്റും. സോ ഇഫ് യു ആർ സോ മച്ച് ഇൻ ടു ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് വിൽ ബി റിയലി ഫൺ ഫോർ യു. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് ബുള്ളറ്റ് ജേർണലിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. യു ഹാവ് സോ മെനി വീഡിയോസ് ടു ഗൈഡ് യു ത്രൂ ബുള്ളറ്റ് ജേർണലിംഗ്. അതൊക്കെ ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബുള്ളറ്റ് ജേർണൽ തയ്യാറാക്കാൻ പറ്റും. ദി മെയിൻ തിങ് വിത്ത് ദാറ്റ് ഇസ്, ഒന്ന്, യു ക്യാൻ ബി ക്രിയേറ്റീവ്, യു ക്യാൻ ഫോം ഇറ്റ് ലൈക്ക് യു വാണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കത് ബിൽഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. സെക്കൻഡ് തിങ് യു നീഡ് ഫോർ പ്ലാനിങ് യുവർ ഇയർ ഇസ് ഹാബിറ്റ് ട്രാക്കേഴ്സ്. If you are a person who has many habits or നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി നിങ്ങൾ ഹാബിറ്റ്സ് ഫോം ചെയ്തതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹാബിറ്റ് ട്രാക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ഡു. സോ യൂഷ്വലി ഹാബിറ്റ് ട്രാക്കേഴ്സ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഹാബിറ്റ് ട്രാക്കേഴ്സ് വരിക. ഇങ്ങനെ കോളംസ് ആയിട്ട് വരിക. നിങ്ങളത് ടിക്ക് ചെയ്യോ കളർ ചെയ്യോ എന്താ വെച്ചാൽ ചെയ്യാം. അങ്ങനെയാണ് വരിക. എനിക്ക് എൻ്റെ ഈ പ്ലാനറിൽ തന്നെ ട്രാക്കേഴ്സ് ഉണ്ട്. ഹാബിറ്റ് ട്രാക്കർ കൂടാതെ വേറെയും കുറേ ട്രാക്കേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് മൂഡ് ട്രാക്കേഴ്സ് ആൻഡ് പീരിയഡ്സ് ട്രാക്കേഴ്സ് ഫോർ ഗേൾസ്.
So find your habits that are important to you. Usually habit trackers എല്ലാ ഇതുപോലത്തെ ട്രഡീഷണൽ ഇയർലി പ്ലാനേഴ്സിലും വരും. സോ you don't have to worry so much about it. നിങ്ങൾ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ ഡ്രോ ദീസ് കൈൻഡ് ഓഫ് ഹാബിറ്റ് ട്രാക്കേഴ്സ്. ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരച്ചൊക്കെ സെറ്റപ്പ് ചെയ്യാം. യു ക്യാൻ സീ ബുള്ളറ്റ് ജേർണലിംഗ് വീഡിയോസ് ഫോർ ദാറ്റ്. ഞാൻ അധികം അതിലോട്ട് വെഞ്ചർ ഔട്ട് ചെയ്തിട്ടില്ല, ബട്ട് ഐ വോണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്. മേ ബി ഈ വർഷം എന്തായാലും പറ്റുമെന്ന് തോന്നുന്നു. മേ ബി നെക്സ്റ്റ് ഇയർ ഐ ട്രൈ ടു ലേൺ മോർ അബൌട്ട് ബുള്ളറ്റ് ജേർണലിംഗ് ആൻഡ് സ്റ്റാർട്ട് ബുള്ളറ്റ് ജേർണലിംഗ് ഐ ഫീൽ. തേർഡ് വൺ ഇസ് ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കുന്നു. അത് ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നു. ബേസിക്കലി അതാണ് ടു ഡു ലിസ്റ്റ് ഫോം ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഇതുപോലത്തെ ബേസിക് ടു ഡു ലിസ്റ്റ് വിത്ത് ചെക്ക് ബോക്സസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തത് വാങ്ങാം. അതല്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദീസ് സ്റ്റിക്കി നോട്ട്സ്. എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലത്തെ ക്ലാസിക് സ്റ്റിക്കി നോട്ട്സ്. നിങ്ങൾ ട്രാക്ക് ചെയ്യുകയോ ജേർണൽ എഴുതുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ ഡൂയിങ് ടു ഡു ലിസ്റ്റ് അറ്റ്ലീസ്റ്റ്. ബിക്കോസ് എന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദിവസവും ഐദർ അന്നത്തെ ദിവസം രാവിലെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതുപോലത്തെ ചെക്ക് ബോക്സസ് ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് തന്നെ കിട്ടും നിങ്ങൾക്ക്. യു ക്യാൻ ബൈ ദാറ്റ് ടു. ഇനി അതൊന്നും അല്ലാതാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ വൺ നോർമൽ ബുക്ക് ആൻഡ് ജസ്റ്റ് സ്റ്റിക്ക് ഇറ്റ് ഓഫ് ഓർ സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും പ്ലീസ് അറ്റ്ലീസ്റ്റ് ഡു ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. സോ പ്ലീസ് കൺസിഡർ ഡൂയിങ് ഇറ്റ്. നെക്സ്റ്റ് തിങ് ഈസ് എവ്രി ഡേ ജേർണലിംഗ്. ഇത് ബേസിക്കലി ഈ ഡയറി എഴുതുന്ന പോലെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ബെസ്റ്റ് പാർട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. യു ക്യാൻ ജസ്റ്റ് ഡൂ ഇറ്റ് ഇൻ ഡയറി ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ യു ക്യാൻ കൺസിഡർ ഡൂയിങ് ഇറ്റ് ഇൻ ദിസ് കൈൻഡ് ഓഫ് പ്ലാനേഴ്സ്. ഈ പ്ലാനറിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മൺഡേ 1-ാം തീയതി 2-ാം തീയതി അങ്ങനെ. സോ ദി തിങ് ഇസ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദിസ് ഏരിയ. ഇത് അത്ര നെസസറി ആണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഫൺ. അന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു ഗോ ത്രൂ ഇറ്റ് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. നമ്മളിതൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് നമ്മളെപ്പോഴെങ്കിലും അതിലൂടെ ഒന്ന് നോക്കാൻ നേരത്ത് ഇന്ന ദിവസം നമ്മൾ ഇന്ന കാര്യം ചെയ്യാമായിരുന്നല്ലേ, ഇന്ന ദിവസം നമുക്ക് ഇന്ന കാര്യമൊക്കെ സംഭവിച്ചല്ലേ, ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ ദാറ്റ് വി ഡിഡ് ദാറ്റ് തിങ് ഇൻ ദാറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാൻ ഇറ്റ്സ് ഫൺ അല്ലേ. അതുകൊണ്ട് ഐ പേഴ്സണലി ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഐ നോ ദർ ആർ സോ മെനി പീപ്പിൾ ഹു റൈറ്റ്സ് ഡയറി അല്ലേ. യാ, സോ ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് തിങ്, എവ്രി ഡേ ജേർണലിംഗ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ബഡ്ജറ്റ്. നമ്മളിൽ പലരും നമ്മുടെ കയ്യിലുള്ള പൈസ തീർന്നു കഴിയുമ്പം നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ദൈവമേ നമ്മുടെ ഇത്രയും പൈസ എവിടെ പോയി, ഞാൻ അത്രയും പൈസ എന്ത് ചെയ്തു, എന്നാലും അത്രയും പൈസക്കുള്ള ചിലവൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ. അവസാന നിമിഷം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതുകൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. പലപ്പോഴും നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയെന്ന് വരില്ല. അവിടെയാണ് നമ്മുടെ ഡെയിലി ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കടന്നു വരുന്നത്. ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സാധാരണ ഒരു നോട്ട്ബുക്കാണ്. ഞാൻ ഇങ്ങനെ മന്ത്ലി എഴുതി വെക്കും. അതിൻ്റെ താഴെ തന്നെ ഐ വിൽ കണ്ടിന്യൂ റൈറ്റിംഗ് ഓൾ ദി എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ഐ ഗെറ്റ്. സോ at the month end I know where I spend so much, where I spend very little, എനിക്ക് എത്ര ഇൻകം വന്നു എത്ര പോയി എന്നൊക്കെ ഉള്ളത്. സോ ഫിനാൻഷ്യൽ പ്ലാനിങ് ഓർ ബഡ്ജറ്റ് ഇങ്ങനെ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് വി ഓൾ സ്പെൻഡ് സോ മച്ച് അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ തന്നെ അങ്ങോട്ട് പോകും പൈസ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡൂ ദിസ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് വീഡിയോ ചെയ്തായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ 2021 പ്ലാനിങ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഐ ഹാവ് ടു ഇൻക്ലൂഡ് വൺ മോർ തിങ്, മൈ വർക്ക് പ്ലാനിങ്. വർക്ക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 സംഭവമാണിത്. എൻ്റെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് അല്ലേ. സോ എൻ്റെ യൂട്യൂബ് പ്ലാനിങ് ആൻഡ് സംഭവങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഞാനിത്. ഈ ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ബേസിക്കലി എൻ്റെ ഓരോ മാസത്തെ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യാനും പിന്നെ എൻ്റെ വീഡിയോ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന വീഡിയോ സജഷൻസ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈച്ച് മന്ത് ഐ ക്യാൻ പ്ലാൻ വാട്ട് ഓൾ വീഡിയോസ് ഐ ആം ഗോയിങ് ടു മേക്ക് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെർട്ടിക്കുലർ ബുക്ക് യൂസ് ചെയ്യുന്നത്. ദി സെക്കൻഡ് വൺ ഇസ്
പ്ലാൻ 2020 എന്ന് പറയുന്ന ബുക്ക് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. ലുക്ക് ഹൗ ഗോർജിയസ് ദിസ് ഇസ്. ഇതുപോലത്തെ ഒരു ലേ ഔട്ടാണ്. ഓരോ മാസവും ഇങ്ങനെ ഒരു ലേ ഔട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നോട്ട് എഴുതാൻ, ടു ഡു എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എഴുതാനൊരു സ്ഥലമുണ്ട്. നെക്സ്റ്റ് മന്തിൻ്റെ കാലണ്ടർ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ മാസം നമുക്ക് അടുത്ത മാസത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഷെഡ്യൂൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. ഇറ്റ്സ് വെരി തോട്ട്ഫുൾ ഓഫ് ദം. നീറ്റായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. വെരി വെരി ബേസിക് ബട്ട് യെറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ദിസ് ഇസ് ദി തിങ്. സോ എൻ്റെ ബേസിക് വർക്ക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് രണ്ടും. For your work or professional things, consider buying something like this and keeping it separate. ഈ പറഞ്ഞ കാര്യങ്ങൾ is something that you need to go through daily or daily update ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ഞാൻ ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് വീക്ക്ലി ഓർ മന്ത്ലി ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലോട്ട് കിടക്കാം. ഫസ്റ്റ് വിൽ ബി യുവർ റാൻഡം തോട്ട്സ്. ഈ ഒരു ബുക്കാണ് ഞാൻ പേഴ്സണലി അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ്റെ റാൻഡം തോട്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഹാപ്പി മൂമെൻറ്റ്. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള സംഭവിച്ചു എന്നൊക്കെ ഉള്ളപ്പം ഞാൻ എഴുതി വെക്കുന്ന ഒന്നാണ്. ഇതിൽ ഞാൻ ഒരു എൻട്രി ചെയ്തിട്ടുണ്ട് ജാനുവരി 1. ജാനുവരി 1 ആക്ച്വലി യൂട്യൂബിൽ എനിക്ക് ഒരു വീഡിയോന് 2K+ വ്യൂസ് കിട്ടി. ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഡേ. ആൻഡ് നൗ വി ഹാവ് 3 വീഡിയോസ് ദാറ്റ് ആർ 1K+ വ്യൂസ്. ഇത് ചിലർക്ക് വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, പക്ഷേ ഫോർ സ്മോൾ യൂട്യൂബർ ലൈക്ക് മീ ഇതെനിക്ക് ഭയങ്കര വലിയൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം ഐ റോട്ട് ഇറ്റ് ഡൗൺ ഇൻ ദിസ് ബുക്ക് ആൻഡ് ജസ്റ്റ് ഷെയർഡ് മൈ തോട്ട്സ് വിത്ത് ദിസ് വൺ. സോ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലത്തെ ചില മൈൽ സ്റ്റോൺസ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുമ്പം ഇങ്ങനെ എഴുതിയിടാൻ നേരത്ത് വെൻ യു ഗോ ത്രൂ ഇറ്റ് യു വിൽ ഫീൽ വെരി ഹാപ്പി. വെൻ യു ഫീൽ ലോ ആൻഡ് ഓൾ, വെൻ യു ഗോ ത്രൂ ഇറ്റ് നോ ഇറ്റ് വിൽ മേക്ക് യു ഹാപ്പി. അടുത്തത് വീക്ക്ലി ഓർ മന്ത്ലി റിഫ്ലക്ഷൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബുക്കാണ് ഇത്. വീക്ക്ലി ഒന്ന് ഞാൻ റിവ്യൂ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ആഴ്ച ഞാൻ എത്ര പ്രൊഡക്റ്റീവായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരാഴ്ച എത്ര വർക്ക് ചെയ്തു ടുവേർഡ്സ് മൈ ഗോൾസ് എന്നൊക്കെ ഉള്ളത്. ഇതിനു മുമ്പുള്ള വീഡിയോ, എൻ്റെ ഗോൾ സെറ്റിംഗ് വീഡിയോ, അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂയിങ് വീക്ക്ലി ഓർ മന്ത്ലി യുവർ ഗോൾസ് ആൻഡ് ഹൗ മച്ച് യു വർക്ക് ഫോർ യുവർ ഗോൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ബുക്കാണിത്. വീക്ക്ലി ഒന്ന് റിവ്യൂ ചെയ്യാനും എത്രമാത്രം ഞാൻ പ്രൊഡക്റ്റീവായിരുന്നു, എത്രമാത്രം ഞാൻ എൻ്റെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്തു, എത്രമാത്രം പ്രോഗ്രസ് ഉണ്ട്, ഇനി പ്രോഗ്രസ് ഇല്ലെങ്കിൽ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് എന്നൊക്കെ ഒന്ന് എഴുതി വെക്കാനുള്ളൊരു ബുക്കാണിത്. വിത്ത് ദാറ്റ് ഐ വിൽ ബി ഡൂയിങ് എ മന്ത്ലി റിഫ്ലക്ഷൻ. മന്ത്ലി റിഫ്ലക്ഷൻ ഇൻ ദ സെൻസ് കുറച്ചൊരു സെൽഫ് ക്വസ്റ്റ്യനിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ ദാറ്റ് ഇസ് എന്താ, വാട്ട് ഇസ് ദ തിങ് ദാറ്റ് യു ആർ മോസ്റ്റ് പ്രൗഡ് ഓഫ് ദിസ് മന്ത്, ഓർ വാട്ട് ഇസ് ദി മിസ്റ്റേക്ക് ദാറ്റ് യു മെയ്ഡ് ദിസ് മന്ത്, ആൻഡ് വാട്ട് ഡിഡ് യു ലേൺ ദിസ് മന്ത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കും കൂടിയാണിത്. സോ ഈ 2 പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് എൻറ്റയർലി ഓപ്ഷണൽ ഫോർ യു ഗൈസ്. ഇഫ് യു വാണ്ട് ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ് നോ പ്രോബ്ലം. ഇനി നമുക്ക് കുറച്ച് ഡിജിറ്റലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഫോർ പ്ലാനിങ്. ഫസ്റ്റ് വിൽ ബി ഗൂഗിൾ ഷീറ്റ്സ്. ഗൂഗിൾ ഷീറ്റ്സ് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഗൂഗിൾ ഷീറ്റ്സിൽ നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലേ ഔട്ട് ഉണ്ട്, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് റൂട്ടീൻ ഫോളോ ചെയ്യാം. അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഗൂഗിൾ ഷീറ്റ്സ്. സോ ഗൂഗിൾ ഷീറ്റ്സ് ഞാൻ പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഗൂഗിൾ കാലണ്ടർ or some calendar in general, you can use that too for a planning purpose. പിന്നെ ഞാൻ പ്ലാനിങ്ങിന് വേണ്ടി ഡിജിറ്റലി യൂസ് ചെയ്യുന്ന ഒന്നാണ് നോട്ട്സ്. സാധാരണ നമ്മുടെ മൊബൈലിലുള്ള നോട്ട്സ് ഉണ്ടാവുമല്ലോ. സോ യൂഷ്വലി ഞാൻ എങ്ങനെ അത് യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ഞാൻ മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അതിലിങ്ങനെ കുറിച്ചിടും. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് പോവുകയാണെങ്കിൽ എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ എഴുതിയിടും. അപ്പം ലിസ്റ്റ് എടുത്തുകൊണ്ട് പോകേണ്ട സംഭവമൊന്നും ഇല്ലല്ലോ, നമ്മുടെ മൊബൈലിൽ തന്നെ എല്ലാം ഉണ്ടാവും, അങ്ങനെ നോട്ട് ചെയ്തിടും. സോ യാ, ദാറ്റ്സ് ഇറ്റ് for my 2020 planning and the things I use for my 2020 planning. If you want an updated version, each month ഞാൻ പ്ലാൻ ചെയ്യാൻ നേരത്തെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ അറിയണം, അല്ലെങ്കിൽ ഞാൻ ആഫ്റ്റർ എ മന്ത് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്ലാനിങ്, എത്രമാത്രം സക്സസ്ഫുൾ ആയി, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നൊക്കെ ഒരു റീക്യാപ്പ് പോലെ മന്ത്ലി
മന്ത് എൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് താഴെ അറിയിക്കുക. ഞാൻ ഡെഫിനറ്റായിട്ട് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ വാട്ട് എവർ യു വോണ്ട് ടു നോ മോർ അബൌട്ട് പ്ലാനിങ് ഓർ ഇഫ് യു ആർ എ ബിഗിനർ ടു പ്ലാനിങ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഐ വിൽ ബി മോസ്റ്റ് ഹാപ്പി ടു ഡു ദാറ്റ്. സോ പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് എൽസ് യു വോണ്ട് ടു സീ എന്നുള്ളത്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എൻ്റെ 2021 പ്ലാനിങ് ആൻഡ് ദി തിങ്സ് ദാറ്റ് ഐ യൂസ് ഫോർ പ്ലാനിങ്. So let's wind it up here. Thanks for watching. Bye bye.